മാറിലെ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 10 മണിക്കൂറാണ് ED ഇന്ന് വീണ വിജയനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1 മണിക്കൂറിലധികം കൂടുതൽ ഇത്തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ റെയ്ഡിന്റെയും ഒപ്പം തന്നെ SFIOയുടെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടന്ന ചോദ്യം ചെയ്യലാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക 29-ന് ഹാജരാകണമെന്നായിരുന്നു വീണയോട് നേരത്തെ അറിയിച്ചത്. പക്ഷെ അന്ന് അസൗകര്യം കാരണമായതിനാലാണ് ഇന്ന് വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെയാണ് SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളും EDക്ക് ലഭിച്ചത്. ആ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. എന്തായാലും EDയുടെ നിർണായക ചോദ്യം ചെയ്യലുകൾ തന്നെയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നേരത്തെ കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അന്ന് പല രേഖകളിലും അവ്യക്തതയുണ്ടായിരുന്നു. പല ചോദ്യങ്ങൾക്കും വീണ കൃത്യമായ ഉത്തരം പറയാഞ്ഞതും EDക്ക് തടസ്സമായി നിന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കുറച്ചുകൂടി രേഖകൾ, ED ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ തന്നെ ED ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും വീണ ഇന്ന് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയത്. കഴിഞ്ഞ 17-ാം തീയതി നടന്ന ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നത്തെയും ചോദ്യം ചെയ്യൽ. ആദ്യ ചോദ്യം ചെയ്യലിലൊക്കെ ഹാജരാക്കാൻ ഉള്ള രേഖകൾ ഹാജരാക്കാൻ സാവകാശം വേണമെന്ന് EDയോട് വീണ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വന്നപ്പോൾ ഈ രേഖകളെല്ലാം ഹാജരാക്കിയെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരത്തെ വീണയുടെ ബാങ്ക് ലോക്കറിൽ അവിടെ എത്തി, അവിടെ തുറന്ന് പരിശോധിച്ചു. പക്ഷെ അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതെല്ലാം CMRൽ, അതോടൊപ്പം തന്നെ CMRന്റെ സഹോദര സ്ഥാപനം, ഇവിടെ നിന്നെല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും SFIയുടെ രേഖകളും കൂടി കാര്യങ്ങൾ വീണയും നിഷേധിച്ചിട്ടില്ല. നവമി, ഇപ്പോൾ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന? ഇതോടുകൂടി ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ, അതോ ഇനിയും വിളിപ്പിക്കുമോ വീണ വിജയനെ? എന്താണ് അത് സംബന്ധിച്ചുള്ള സൂചന? കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങുമ്പോൾ വീണ മാധ്യമങ്ങൾക്കോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും മാധ്യമങ്ങളോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ശീലം വീണയ്ക്കില്ല. ഇന്നും സമാന നിലയിലായിരുന്നോ? എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെയാണ് രേണുക വീണ മടങ്ങിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് പലപ്പോഴും ഈ വിഷയത്തിൽ വീണ പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ചോദ്യത്തിലും മടങ്ങുകയായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ്. ഭർത്താവ് MLAയും കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനൊപ്പം തന്നെയാണ് ഇന്നും വീണ എത്തിയത്. വീണ മടങ്ങുമ്പോൾ 8:30യോടുകൂടി വീണ മടങ്ങുമ്പോൾ ഭർത്താവും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? ഈ രേഖകൾ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ തൃപ്തികരമായിട്ടുള്ള മറുപടി EDക്ക് ലഭിച്ചു എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും EDയിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ, SFIയുടെ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. വീണയുടെ മറുപടിയിൽ തൃപ്തികരമാണോ എന്നീ കാര്യങ്ങളിലൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ചോദ്യം ചെയ്യൽ 8:30യോടുകൂടിയാണ് അവസാനിച്ചത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.